നമസ്കാരം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാണ് പഞ്ചായത്ത്. ഗ്രാമീണ തലത്തിലുള്ള ഏറ്റവും ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. വലിയ തീരുമാനങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിന്റെ അടിത്തറ പഞ്ചായത്തുകളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളുമാണ്. മഹാത്മാഗാന്ധിയുടെ ആശയത്തിലൂന്നിയ ഗ്രാമസ്വരാജ് എന്ന വലിയ സങ്കല്പത്തിന്റെ യാഥാർത്ഥ്യമാണ് പഞ്ചായത്തുകൾ. ഓരോ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന പ്രവർത്തനങ്ങൾ അറിയുക എന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ കേരള വിഷൻ ന്യൂസ് ഓരോ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർക്ക് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുള്ള അവസരം നൽകുകയാണ്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു, വരും കാല പദ്ധതികൾ എന്തൊക്കെയെന്നെല്ലാം ജനങ്ങളെ കേരള വിഷൻ ന്യൂസിന്റെ എൻ്റെ പഞ്ചായത്തിലൂടെ അറിയിക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല, പത്തനംതിട്ട ജില്ലയിലെ പന്തളം തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് എന്നിവരാണ്. എൻ്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. കാർഷിക മേഖല, കുടിവെള്ള പദ്ധതി, മാലിന്യ സംസ്കരണം തുടങ്ങി നിരവധി പദ്ധതികളിലടക്കം സജീവമാണ് ആനാട് ഗ്രാമപഞ്ചായത്ത്. ആനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലയുണ്ട്. നമസ്കാരം ശ്രീമതി ശ്രീകല. കഴിഞ്ഞ 20 വർഷക്കാലമായി പഞ്ചായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്രീമതി ശ്രീകല. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ താങ്കൾക്ക് എത്രത്തോളം ഇടപെടാൻ കഴിഞ്ഞു? ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താനാവുക? ആനാട് ഗ്രാമപഞ്ചായത്തില് നിലവിലെ 19 വാർഡാണുള്ളത്. 19 വാർഡില് 10 വനിതകളും 9 പുരുഷന്മാരുമാണ്. ഞാനിപ്പോ ഞങ്ങളുടെ രണ്ടാമത്തെ ടേണിലെ പ്രസിഡന്റ് ആണ്. എനിക്ക് മുൻപ് നമ്മുടെ ശ്രീമതി ശൈലജയായിരുന്നു പ്രസിഡന്റ്. ഞാൻ പ്രസിഡന്റായിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ 4 വർഷ കാലയളവ് കൊണ്ട് പഞ്ചായത്തിൽ വരുന്നത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമ്മുടെ സർക്കാരിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആണ് നമ്മുടെ നവകേരള ശുദ്ധ ആയിട്ടുള്ള കേരളം സൃഷ്ടിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ 1ാം ഘട്ടം പഞ്ചായത്ത് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ എന്ന് വെച്ചാൽ എല്ലാ ജംഗ്ഷനുകളിലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശുചീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മെച്ചപ്പെട്ട അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഒഴുക്കിയിട്ട് പോകുന്ന ഒരു പ്രവണത പഞ്ചായത്തിന്റെ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് കുറെ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനയുണ്ട്. അവരെല്ലാ വീടുകളിലും 100% എല്ലാ വീടുകളിലും കടകളിലും പോയി അവരുടെ പ്ലാസ്റ്റിക്കുകളും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ കളക്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതില് ഈ പറഞ്ഞതുപോലെ കുറെ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ഓരോ വീടുകളിൽ നിന്ന് തന്നെ ചാക്ക് കണക്കിന് പ്ലാസ്റ്റിക്കുകളാണ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നത്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതൊക്കെ നമ്മുടെ പൊതുജലാശയങ്ങളിലും പൊതുനിരത്തുകളിലും ഒക്കെ വലിച്ചെറിയപ്പെട്ട് നമ്മുടെ ക്യാൻസർ രോഗികളുടെ എണ്ണം വളരെയധികം കൂടുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനു വേണ്ടി തന്നെ കാർഷിക മേഖലയ്ക്കടക്കം പ്രത്യേക ഊന്നൽ നൽകുന്ന പഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? നമ്മളെ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നല്ലൊരു ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥനും കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് നമ്മുടെ കൃഷി കൂട്ടങ്ങള്, എക്കോ ഷോപ്പ്, കർഷകൻ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി എക്കോ ഷോപ്പ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാർഷിക കർമ്മസേന നമ്മുടെ കൃഷിക്കാർക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കാർഷിക കർമ്മസേനയുണ്ട്. അതുപോലെ കേരസമിതി നമ്മുടെ തെങ്ങ് കർഷകർക്ക് വേണ്ടിയിട്ട് കേരസമിതിയുണ്ട്. അതുപോലെ കൃഷിക്കൂട്ടമുണ്ട്. തുടങ്ങി എല്ലാ മേഖലകളിലും കാർഷിക വൃത്തിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് നമുക്കൊരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ എല്ലാവരും കൃഷി ചെയ്യാൻ തയ്യാറാണ്.
പക്ഷെ വന്യമൃഗങ്ങൾ നമുക്ക് പന്നി, കുരങ്ങൻ പോലുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി ഒരുപാട് നേരിടുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അതിന്റെ ആധിക്യം അല്ലെങ്കിൽ അതിന്റെ പിന്നെ വിളകൾ നശിപ്പിക്കുന്നതാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സോളാർ വേലി പോലുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മെച്ചപ്പെട്ട ഈ കഴിഞ്ഞ ഓണത്തിന് തന്നെ നമ്മൾ പൂവനി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പ്രോജക്റ്റ് നമ്മുടെ എല്ലാ 5 ഹെക്ടർ സ്ഥലത്ത് പൂവ് കൃഷി ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് വിത്തും വളം, ഇടവിള കൃഷി ഇങ്ങനെയൊക്കെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ക്ഷീരമേഖലയിലുള്ള കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ക്ഷീരമേഖലയിൽ നമ്മൾ പശുക്കുട്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ക്ഷീരകർഷകർക്കെല്ലാം നമ്മൾ പാലിന് സൊസൈറ്റികളിൽ പാല് കൊടുക്കുന്നവർക്ക് പാലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകുന്നുണ്ട്. അങ്ങനെ പിന്നെ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നെ കോഴിക്കുഞ്ഞ് നമ്മൾ ഇപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മള് വിധവകൾക്കുള്ള കോഴി വളർത്തൽ സ്കീമിൽ നമുക്ക് കുറെ വിധവകൾക്ക് കോഴിക്കുഞ്ഞ് 10 കോഴിയും പിന്നെ വളവും കോഴിയും പിന്നെ തീറ്റയും പിന്നെ അവർക്കുള്ള മരുന്നും എല്ലാം കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി. അത് നമുക്ക് ഒരുപാട് വനിതകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേനൽക്കാലമാണ് വരുന്നത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന ദിവസങ്ങളാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. എങ്ങനെയാണ് ഈ കുടിവെള്ള പദ്ധതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്? ജൽജീവൻ പദ്ധതി ഉൾപ്പെടെയുള്ളവ മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? നമ്മള് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു വാർഡിന്റെ 3/4 ഭാഗത്തോളം, എല്ലായിടത്തും എത്തിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല, എന്തായാലും നമ്മളെ 3/4 ഭാഗത്തോളം വീടുകളിൽ നമ്മൾ പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 2 വാട്ടർ ടാങ്ക് നമ്മുടെ നന്ദിയുടെ ആനാട് കുടിവെള്ള പദ്ധതി ഈ 2 പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. പക്ഷെ അത് നമുക്ക് കമ്മീഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ആരാധ്യനായ MLA DK മുരളി സർ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ കാലാവധി അതായത് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ കുടിവെള്ളം എത്തിക്കണമെന്നുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം. അതേപോലെ തന്നെ നമ്മള് പൊതു കിണറുകൾ നവീകരിച്ചുകൊണ്ട് അവിടെ വാട്ടർ ടാങ്ക് എല്ലാം വെച്ചുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ആ ഭാഗത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമുക്ക് കുറെ ആളുകൾക്ക് കുടിവെള്ളം നമുക്ക് വേനൽക്കാലത്ത് പൊതു കിണറുകളിൽ നിന്ന് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ജലാശയങ്ങളെല്ലാം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ചിറകൾ നവീകരിച്ച് നമ്മള് മത്സ്യ കൃഷി ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും ഈ വർഷവും നമ്മളത് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് ഈ നഗരസഭ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. നമുക്ക് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. നമ്മള് MCFകൾ എന്ന് പറയുമ്പോൾ ഈ ഓരോ വീടും ഇപ്പൊ നമ്മൾ 50 രൂപ ഈടാക്കിക്കൊണ്ടാണ് നമ്മുടെ ഹരിതകർമ്മയിലെ സഹോദരിമാര് പോയി വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നത്. അത് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിപ്പോ നമ്മുടെ പഞ്ചായത്തിന്റെ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു 55 സെന്റ് സ്ഥലം ഒരിടത്ത് വാങ്ങിയിട്ടുണ്ട്. അവിടെ 3000 സ്ക്വയർ ഫീറ്റിന്റെ 75 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു വലിയ MCF ചെയ്യാൻ പോവുകയാണ്. അതിന്റെ പണി ഇപ്പൊ ഉടൻ തന്നെ ആരംഭിക്കും. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഉള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ഉപയോഗമാകും. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ കടകളിലായാലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ നോട്ടീസൊക്കെ കൊടുത്തുകൊണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമ്മുടെ ജംഗ്ഷനുകളെല്ലാം മാലിന്യ വിമുക്തമാക്കുക എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഗ്രാമീണ റോഡുകളെല്ലാം നല്ല രീതിയിലാണോ? വഴിവിളക്കുകളെല്ലാം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ?
നമ്മളെ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജലജീവ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് റോഡുകളൊക്കെ മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ടിന്റെ ഒരു ലഭ്യത കുറവിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എല്ലാ റോഡുകളും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നമ്മൾ 96% വീട്ടുകരം പൂർത്തീകരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെ ആ എല്ലാ വാർഡുകളിലും ഒരു 5 ലക്ഷം രൂപ അധികം കൊടുത്തുകൊണ്ട് ഏകദേശമുള്ള റോഡുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള റോഡുകൾ എല്ലാ 19 വാർഡിലും നന്നാക്കുന്നതിനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 പേരെ സ്ഥിരമായി ജോലി കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പൊ അത് നമ്മൾ സാധനം വാങ്ങി കൊടുത്തുകൊണ്ട് അവരുടെ അത് നമ്മള് ഒരു ലൈറ്റ് മോശമായി കിടക്കുന്നു എന്ന് അറിയിപ്പ് വന്നാല് ഉടൻ തന്നെ പോയി നന്നാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ചെറിയൊരു ഇത് വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാധനങ്ങളുടെ ലഭ്യത കുറവ് വന്നായിരുന്നു. അപ്പൊ അതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ലൈറ്റുകൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്തൊരു സംവിധാനം ആക്കിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ആനാട് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ നിങ്ങൾ കൈവരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ മൊത്തം 3 സ്ഥാപനങ്ങളാണുള്ളത്. ഒന്ന് FHC ഉണ്ട്, 2 ആയുർവേദ ഹോസ്പിറ്റൽ, ജില്ലാ ലെവൽ ആയുർവേദ ഹോസ്പിറ്റലാണ്, 75 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. പിന്നെ അതുപോലെ ഹോമിയോ. ഈ 3 ഹോസ്പിറ്റലിലും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് FHCയെ സംബന്ധിച്ച് 2 കായകൽപ്പ അവാർഡ് ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും ഈ വർഷവും. പിന്നെ നാഷണൽ ലെവൽ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളതാണ് നമ്മുടെ FHCയും ഹോമിയോ ഡിസ്പെൻസറിയും. അതുപോലെ ആയുർവേദ ഹോസ്പിറ്റൽ പറയുമ്പോൾ നമുക്ക് എല്ലാവിധ സ്പെഷ്യാലിറ്റി OPയും ലഭിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇപ്പൊ നമുക്ക് സ്ത്രീരോഗത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ നടത്തുന്ന ഡോക്ടറുണ്ട്. അതുപോലെ തന്നെ എല്ല് രോഗത്തിന്റെ, അതുപോലെ കണ്ണിന്റെ, മാനസിക രോഗത്തിന്റെ, അതിനോടൊപ്പം ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി യൂണിറ്റും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ മെച്ചപ്പെട്ട പ്രവർത്തനമാണ് അവിടുത്തെ CMയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ ഓഫീസർമാരും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. തീർച്ചയായും ഒരു പുരസ്കാര നിലവിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനകരമായ നേട്ടമാണ് ഉള്ളത്. ഇനി ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനിയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട്. എന്തൊക്കെ ഭാവി പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 510ഓളം പേരാണ് ആപ്ലിക്കേഷൻ തന്ന് കാത്തിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും സൗകര്യമുള്ള ഒരു വീട് കൊടുക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതോടൊപ്പം എല്ലാവർക്കും സുഖമായ യാത്രാ സൗകര്യം, പിന്നെ കുടിവെള്ളം, ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് കല്ലിയോട് വാർഡിൽ ആ വാർഡ് മെമ്പറുടെയും കൂടെ ശ്രമഫലമായിട്ട് തന്നെ നമുക്ക് ഈ മിച്ചഭൂമി കണ്ടെത്തിയെടുക്കുന്നതിനും അതുവഴി നമ്മൾ MLAയുടെ ഫണ്ടിൽ നിന്ന് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് തിരുച്ചിട്ടപ്പാറ എന്ന് പറയുന്നത്. ഏറ്റവും അതിപുരാതനമായ ക്ഷേത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് വളരെ വളരെ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ബ്ലോക്ക് മെമ്പർ അതിന്റെ മുൻപിൽ ഇറങ്ങി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആനാട് ഗ്രാമപഞ്ചായത്തിൽ നല്ലൊരു ടൂറിസം പദ്ധതി വിജയിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയേണ്ട ഒരു വിഭാഗം ആളുകളാണ് ഈ വയോജനങ്ങൾക്കായുള്ള, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നമ്മള് പാലിയേറ്റീവിന്റെ പ്രവർത്തനം ഒരു മാസത്തിൽ ഒരു ദിവസം ഉറപ്പായിട്ടും ഈ കിടപ്പ് രോഗികളുടെ വീട്ടില് നമ്മുടെ ഒരു നഴ്സുണ്ട്, നമ്മളെ ഒരു ആംബുലൻസ് സംവിധാനം MP തന്ന ആംബുലൻസ് ഉണ്ട്.
കൃത്യമായിട്ട് വീടുകളിൽ എത്തി അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സംവിധാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷത്തിൽ പാലിയേറ്റീവ് കെയർ സംഗമം അത് ഈ വരുന്ന 6-ാം തീയതിയാണ്. നമ്മുടെ സമൂഹത്തിലെ മനസാക്ഷിയുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ ഉള്ള ഫണ്ടുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ആളുകൾക്ക് 250ഓളം പേര് നമുക്ക് കിടപ്പ് രോഗികളായിട്ടുണ്ട്. അപ്പൊ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ടിന് പുറമെ നമ്മൾ നാട്ടുകാരുടെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരിൽ നിന്നുള്ള കളക്ഷൻ എടുത്തിട്ടാണ് ഇവർക്ക് ആവശ്യമുള്ളവർക്ക് ഭക്ഷണ കിറ്റുകളായാലും പിന്നെ മറ്റു സാധനങ്ങളെല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് കെയറിനും ചെയ്യുന്നുണ്ട്. പിന്നെ വയോജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മൾ വയോജനങ്ങളെ കൊണ്ട് വിനോദയാത്രയൊക്കെ പോയി. പിന്നെ ഇനിയിപ്പോ ഉടൻ തന്നെ നമ്മൾ വയോജന മേളയും സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള ഉന്നമനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? അംഗനവാടികളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നത്? വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് 9 സ്കൂളാണ്. 5 ഗവൺമെന്റ് സ്കൂളും 4 എയ്ഡഡ് സ്കൂളും ഉൾപ്പെടെ 9 സ്കൂളാണ് നമുക്കുള്ളത്. ഈ 9 സ്കൂളിനും നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പൊ 2 സ്കൂളിന് ഓരോ കോടി രൂപയുടെ ബിൽഡിംഗ് അനുവദിച്ചിട്ടുണ്ട്. 2-3 സ്കൂളുകൾക്ക് വേണ്ടി പ്രപ്പോസൽ പോയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അനുവദിച്ചു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്തിന്റെ ലഭ്യമായ ഫണ്ടിൽ നിന്ന് തന്നെ ഇവർക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു വർഷം പിന്നെ നമ്മൾ 10 ലക്ഷം രൂപ അടുപ്പിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണത്തിന്റെ പ്രോജക്റ്റ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വ്യത്യസ്തമായ ഒരുപാട് പ്രോജക്റ്റുകൾ കുട്ടികളുടെ കായികവും കലാപരവുമായ വികസനത്തിന് വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ദിനാചരണങ്ങളായാലും പിന്നെ കുട്ടികളുടെ സർഗശേഷി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ പ്രതിഭകളെ ആദരിക്കൽ മികച്ച വിജയം കരസ്ഥമാക്കി എല്ലാ മേഖലയിലെയും ആൾക്കാരെ ആദരിക്കുന്ന പദ്ധതി വെക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഈ വർഷം നമ്മളെ ലൈബ്രറികൾക്ക് പത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വർഷത്തെ നൂതനമായ പ്രോജക്റ്റുകളാണ്. തീർച്ചയായും ഒരുപാട് അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ആനാട് ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കായുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ തരത്തിലാണ് അവരെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നത്? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കോളർഷിപ്പ് ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി 3 വർഷം തുടർച്ചയായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പഠന സഹായികൾ, അതായത് അവർക്ക് മേശയും കസേരയും അങ്ങനെ ഉള്ള സാധനം കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ അടിസ്ഥാന സൗകര്യം കുറഞ്ഞിട്ടുള്ള വീടുകളാണെങ്കിൽ അവർക്ക് പഠിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർക്കും വേണ്ടി മാത്രം പഠനമുറി സംവിധാനവും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം മറ്റു വീടിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വീട് മെയിൻ്റനൻസും വീടും അതിനൊക്കെ പ്രത്യേകിച്ച് ഫണ്ട് വകമാറ്റുന്നുണ്ട്. തീർച്ചയായും ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെല്ലാം എത്രത്തോളം നടപ്പിലാക്കാൻ കഴിഞ്ഞു? അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പൊ കുടുംബശ്രീ ആയാലും തൊഴിലുറപ്പ് പദ്ധതി ആയാലും ഇപ്പൊ കുടുംബശ്രീ മാത്രം പറയുമ്പോൾ അതിൽ കൂടെ ചേരുന്നത് തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഇവരെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് സംവിധാനമുണ്ട്. അപ്പൊ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ശാക്തീകരണം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നടപ്പിലാകുന്നുണ്ട്. അതോടൊപ്പം കുടുംബശ്രീ സംവിധാനത്തിലൂടെ 325ഓളം യൂണിറ്റ് ആണ് ഇപ്പൊ നിലവിൽ നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഓരോ യൂണിറ്റിനും ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന. ലോണുകളായാലും അവരുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകളായാലും മറ്റാരെയും അവരുടെ സ്വകാര്യമായ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാതെ അവരുടെ തന്നെ സ്വന്തം പൈസ എടുത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ആസ്തിയുള്ളവരായിട്ട് നമ്മുടെ യൂണിറ്റുകളെല്ലാം മാറിയിട്ടുണ്ട്. അതുപോലെ തീർച്ചയായും ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ശ്രീകല.